കലക്ക്. അച്ഛൻ ഇത്രയധികം പവൻ ഒറ്റയടിക്ക് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഒന്ന് സംസാരിച്ച് പദം വരുത്തി വേണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരു ആലോചന എന്നൊക്കെ പറഞ്ഞാല് അത് കൊള്ളാം. ഇത്തരം കാലന്മാരിടയ്ക്ക് പറഞ്ഞയക്കാനേ ഇവളെ എനിക്ക് ദാനം കിട്ടിയൊന്നും അല്ലടി. അവന്റെ ഒക്കെ ഒരു കണക്കേ 40 42. ഏതായാലും അവരൊന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന് വെക്കായിരുന്നു. കാപ്പിയും പലഹാരവും എടുത്ത് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ചെല്ലുന്നത് സാധാരണയല്ലേ? ഞാൻ തന്നെ എത്ര പേരുടെ മുമ്പിൽ പോയിരിക്കുന്നു. അതിലൊരു തലശ്ശേരിക്കാരന് നിങ്ങളെക്കാളും ഭംഗിയുണ്ടായിരുന്നു. കേട്ടായിരുന്നില്ലേ? എനിക്ക് അയാളെ പിടിച്ചില്ല. ദേ അച്ഛൻ അവിടെ വാളും മടിയിൽ വെച്ച് പിണങ്ങിയിരിക്ക. ഒന്ന് അങ്ങോട്ട് ചെല്ല. അച്ഛനെ ആദ്യം കാണുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് എനിക്ക് വിവരമില്ലെന്ന് വിചാരിച്ച പോലെ. ശമ്പളം കിട്ടട്ടെ, പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ലെങ്കിൽ മനുഷ്യനായ ഇത്തിരി ഈശ്വര വിശ്വാസം വേണം. ദിവസം 3 നേരം അച്ഛൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഈ വീടിന് ഇത്രയെങ്കിലും ഐശ്വര്യം. അച്ഛൻ പോയി കുളിച്ചോളൂ, ഞാൻ ചോറ് വിളമ്പി വെക്കാം. എന്താ അച്ഛാ? ഈയിടെ ആയിട്ട് അവൻ എന്നോട് ഒരു സ്നേഹമില്ല മോളെ. അച്ഛന്റെ വക ഇങ്ങനെ, മക്കളുടെ വക അങ്ങനെ. ചോദിക്കുന്നൊരു ഉത്തരം പറയുമ്പോഴാ നമ്മുടെ മക്കളെ എങ്ങും എത്തിയിട്ടില്ലെന്നുള്ള ബോധം വരുന്നത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ആവശ്യത്തിന് ഒരുത്തനെ കിട്ടണ്ടേ? ഒരുത്തൻ തേക്ക് കയറാൻ പോയിട്ട് 3 മാസമായി. ഇനിയൊരു കുറങ്ങനുണ്ടല്ലോ, അവനോടെ? ദീപം ദീപം ദീപം. ഏട്ടനീ സന്ധ്യ വരെ എവിടെയായിരുന്നു? വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊരു തൊഴിൽ രഹിതനാണ്, നിങ്ങളെല്ലാം വികാരരഹിതരും. ഒരു തൊഴിൽ രഹിതന്റെ വേദന വികാരരഹിതർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. രാമ 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 ഭാഗ്യമാം രാമ 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 മുത്തച്ഛ, കഞ്ഞി. രാമ രാമ ഭാഗ്യമാവോ. കഞ്ഞി മുത്തച്ഛ. കപ്പലകത്തൊരു കള്ളനിരുന്നാൽ എപ്പോഴുമില്ലൊരു സുഖമറിയണം. നീ രാവിലെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി. അത് രാവിലെ തന്നെ ചീറ്റി. കുറെ ഉഷ്ണിച്ച് വേർക്കാന്നല്ലാതെ ഒരു പൈസ കയ്യിൽ വരില്ല അച്ഛാ. ആ പണിക്ക് ഞാൻ ശരിയാവില്ല. ഒരു പണിക്കും നീ ശരിയാവും തോന്നുന്നില്ല. എത്ര മണിക്ക് ഞാൻ തന്നെ നിന്നെ പിടിച്ചിരുത്തിയ? BCom പാസ്സായ ഉടനെ ഇവനൊരു ട്യൂഷൻ ഏൽപ്പിച്ചില്ലേ? ആ ബേക്കറിക്കാരന്റെ മകളെ പ്രീ ഡിഗ്രി പാസ്സാക്കി വിടാൻ പഠിപ്പിക്കാൻ പോയി. ഇവൻ എന്തിനാ അവളെ പ്രേമിക്കാൻ പോയെ? അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് ഇവനൊരു ജോലിയായനെ.